എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ ബാക്കി ചേർത്താണ് ഇന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഇന്നലെ എല്ലാം ഞാൻ പറഞ്ഞു തീർന്നില്ല. എല്ലാ കൂട്ടുകാരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള ശ്രമത്തിലായിരിക്കും. ഞാൻ അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. കൂട്ടുകാരെ, എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. ഞാൻ ഇന്നലെ അങ്ങനെ ആറ്റിങ്ങൽ പോയിട്ട് തിരിച്ച് വന്ന് മെയിൻ ജംഗ്ഷനിൽ ഇറങ്ങിയപ്പം ഭയങ്കര ജനക്കൂട്ടം. അന്നേരം ഞാൻ വിചാരിച്ച്, ഇനി വല്ല ആക്സിഡൻ്റ് എന്തെങ്കിലും പറ്റിയതാണ് എന്തോ, ഭയങ്കരമായിട്ടൊരു പേടി മനസ്സിനകത്ത് ഇത്ര ആളുകളെല്ലാം കണ്ടപ്പം. അന്നേരം നോക്കിയപ്പം കാണാം അവിടെ ഒരുപാട് പായസം എല്ലാം ഇങ്ങനെ ഒഴിച്ചൊരു ഡെസ്കിൻ്റെ അതിൻ്റെ എങ്ങാണ്ട് പുറത്തിങ്ങനെ വെച്ചിരിക്കുന്നു. ബസ് കൊണ്ട് നിർത്തിയ ഉടനെ തന്നെ 2-3 പേര് ജമ്പ് ചെയ്തങ്ങ് ബസ്സിനകത്ത് കയറി. എന്നിട്ട് എല്ലാവർക്കും പായസ വിതരണം തുടങ്ങി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. നമ്മുടെ മോദിജിയുടെ സ്ഥാനാരോഹണത്തിൻ്റെ പരിപാടി നടന്ന സമയത്ത് അതിൻ്റെ ആഹ്ലാദ പ്രകടനം കാഴ്ചവെച്ചതായിരുന്നു പാർട്ടിക്കാർ. അതിൻ്റെ പായസ വിതരണമാണ് നടന്നത്. അങ്ങനെ സമാധാനമായി, സന്തോഷമായി. അങ്ങനെ പക്ഷേ ഇന്നലെ ഞാൻ ആ ഭയന്ന സംഭവമായിരുന്നു ഇന്ന് നടന്നത്. ഇന്ന് രാവിലെ തന്നെ ഞാൻ എന്നത്തെയും പോലെ ഓട്ടോയിൽ ഇങ്ങനെ പോയി അങ്ങ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള ജനക്കൂട്ടം. അത് മാത്രമല്ല, ഒരുപാട് വണ്ടികളെല്ലാം അങ്ങ് ബ്ലോക്ക്. അപ്പോഴേ മനസ്സിലായി ഫ്രണ്ടിൽ എന്തോ സംഭവിച്ചെന്ന്. അപ്പോൾ തന്നെ ഭയന്നത് തന്നെ സംഭവിച്ചു. ഒരു ലേഡി ബസ്സിടിച്ച് തൽക്ഷണം മരിച്ചു. ആ ലേഡിയെ നമുക്ക് അറിയാവുന്നതാണ്, വർക്ക് ചെയ്യുന്നതാണ്, നമ്മൾ പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര വിഷമമായിപ്പോയി. ഇന്ന് ഏറ്റവും അധികം വിഷമമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ കുറേ സമയം വണ്ടികളെല്ലാം ബ്ലോക്കായി അങ്ങ് നീണ്ട വണ്ടികളുടെ നിര തന്നെ കാണാമായിരുന്നു. അപ്പോഴാണ് ഞാൻ പോയ ഓട്ടോയുടെ ബാക്കിൽ ബസ് കൊണ്ടുവന്ന് വണ്ടി അങ്ങ് ഫ്രണ്ടിലോട്ടങ്ങ് നീക്കി. ഈ ഓട്ടോ എന്ന് ഫ്രണ്ടിലത്തെ കാറിലങ്ങ് ഉരസിയപ്പം കാറുകാരൻ ഇഞ്ഞ് ചാടി ഇറങ്ങി. അങ്ങനെ പുള്ളിയെടുത്ത് ഞാനും കൂടെ പറഞ്ഞ് ഈ ബസ് ഇങ്ങനെ വന്നതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം ബസ്സുകാരന് 2 വഴക്കും പറഞ്ഞ് കാറുകാരൻ കാറിൽ കയറി അങ്ങ് ഇരുന്നു. പിന്നെയും കുറേ സമയം എടുത്തു. പക്ഷേ സംഭവം ഭയങ്കര വിഷമകരമായിരുന്നു. ഇങ്ങനെ ഒരു മരണം. എല്ലാ പ്രിയപ്പെട്ടവരും അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കണം. വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ മാത്രം വണ്ടിയും കൊണ്ട് ഇറങ്ങുക. അതുപോലെ തന്നെ വളരെ സൂക്ഷിക്കുക. ഇപ്പോൾ റോഡിലങ്ങ് വണ്ടികളുടെ പ്രവാഹമാണ്. എവിടുന്ന് എപ്പോൾ എങ്ങനെ വരുമെന്നൊന്നും ഒരു നിശ്ചയവുമില്ല. അതിലേ നോക്കിയാലും ഇതിലേ നോക്കിയാലും ഇടത്തൂടെയും വലത്തൂടെയും എല്ലായിടത്തൂടെയും അങ്ങ് വണ്ടികളങ്ങ് വരിക ചെയ്യുന്നത്. ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ചിലപ്പം കൺട്രോളും കിട്ടത്തില്ല, ചിലപ്പം ഡ്രൈവർ കാണത്തുമില്ല. എങ്ങനെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ഈ റോഡിലൂടെ പോകുന്ന ഓരോ ജീവനുകളും, ഈ ഓരോ വണ്ടിയിൽ പോകുന്ന ജീവനുകൾ എല്ലാം വളരെയധികം വിലപ്പെട്ടതാണ്. ഒരു ജീവൻ നമുക്ക് വലിയ പ്രയാസമാണ്. നമ്മളത് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിലും വലിയ പാടാണ്. പിന്നെ കിടന്ന് അനുഭവിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടി ഓടിക്കേണ്ടുന്നത്. റോഡിലുള്ള നടന്നു പോകുന്നവരെയും വഴിയാത്രക്കാരെയും എല്ലാം പരിഗണിക്കണം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു. അപ്പോൾ വീണ്ടും ഒരു ശ്രദ്ധ വേണം. മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് കൊണ്ട് റോഡെല്ലാം കുണ്ടും കുഴിയായിട്ട് അങ്ങ് പ്രശ്നത്തിലാണ്. എന്നാലും വളരെ കെയർഫുള്ളായിട്ട് വേണം ഓടിക്കേണ്ടുന്നത്. ആരൊക്കെ ഒരു ശ്രദ്ധയില്ലാതെ അങ്ങ് പറക്കണം. എല്ലാവർക്കും അങ്ങ് ധൃതിയിലങ്ങ് പോകണം. ആ ചിന്താഗതി മാറ്റി കുറച്ച് സമാധാനത്തിൽ വേണം പോകേണ്ടുന്നത്. കൂട്ടുകാരെ, ഇന്നത്തെ സംഭവം അത്രമാത്രം ഹൃദയഭേദകമായിരുന്നു. കണ്ടതോടുകൂടി തകർന്ന് തരിപ്പണമായി. ഒന്നും പറയണ്ട, അതിൻ്റെ വിഷമമാണ്. അതുകൊണ്ട് കൂടുതൽ വിഷമം പങ്കിടുന്നില്ല. കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ആരും വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പം എപ്പോഴും ചിന്തിക്കണം, ഞാൻ മൂലം ആർക്കും ഒന്നും പറ്റരുത്. ഭഗവാനെ, എൻ്റെ ഇന്നത്തെ ദിവസം ഒരു കുഴപ്പവും വരരുത്, ഞാനും രക്ഷപ്പെടണം, കൂടെ ഉള്ളവർക്കും ഒന്നും സംഭവിക്കരുതെന്നുള്ള ചിന്തയിൽ വേണം വണ്ടി ഓടിക്കേണ്ടുന്നത്. എല്ലാവരും ഇത് മറക്കരുത്. കാരണം സിഗ്നലൊക്കെ ഇപ്പം പുതിയൊരു സിഗ്നൽ അവിടെ ഇങ്ങനെ സ്ഥാപിച്ചു. ആ ഇറങ്ങുന്നിടത്ത് പാലം
ഇറങ്ങുന്നിടത്ത് മുമ്പ് അതില്ലായിരുന്നു, വണ്ടികളങ്ങ് പോകുമായിരുന്നു. ഇപ്പോൾ അതും കൂടെ ഉള്ളതുകൊണ്ട് ഇല്ല. സിഗ്നൽ കാണുമ്പോൾ വണ്ടികളൊക്കെ അങ്ങ് നിർത്തും. അപ്പോഴേ ഒരുപാട് വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. മനഃപൂർവ്വം ആയിരിക്കത്തില്ല, എന്നാലും സംഭവിച്ചാൽ പിന്നെ അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കണ്ടേ. അതുകൊണ്ട് ഒന്നും സംഭവിക്കാതിരിക്കുക എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കൂട്ടുകാരെ. പിന്നെ വേറെ എപ്പോഴും ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും ബോറടിക്കും, എല്ലാവർക്കും വിഷമമാവും. ആരെയും വിഷമിപ്പിക്കാനൊന്നും അല്ല. എല്ലാവരും ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ല ദിവസങ്ങളാണ് എന്ന് നല്ല ദിവസം ആശംസിക്കുന്നു കൂട്ടുകാരെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കാണും. ഇപ്പോൾ സമയം എത്രയെന്ന് നോക്കട്ടെ, 10 മണിയായി. 10 മണിക്കൊന്നും ഞാൻ ഉറങ്ങത്തില്ല, കുറേ സമയം കഴിഞ്ഞേ ഉറങ്ങൂ. നമ്മൾ നേരത്തെ ചെന്ന് കിടന്ന് ഉറങ്ങിയാൽ നേരത്തെ അങ്ങ് ഞെട്ടി അങ്ങ് ഉണരും. പിന്നെ ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആകെ പ്രശ്നം. അത് കാരണം കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിയാൽ ഒറ്റ ഉറക്കത്തിനങ്ങ് നേരം വെളുക്കും. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും വീഡിയോസൊക്കെ പറ്റുമെങ്കിൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും തിരക്കിൻ്റെ ഇടയിൽ വീഡിയോസൊന്നും കാണുന്നില്ലായിരിക്കും. ഇടയ്ക്കെങ്കിലും വീഡിയോസ് ഇടുന്നതൊന്നും കാണണം കൂട്ടുകാരെ. വേറെ ഒന്നുമില്ല. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.